ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ കരുണയും മനോണ്ണീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവ വചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവിൻ്റെ വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 34 സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ എന്ന്, ആരാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. കർത്താവായ യേശുക്രിസ്തുവിനെ രുചിച്ചറിയുന്ന, ദൈവത്തെ രുചിച്ചറിയുന്ന, ആ ദൈവത്തെ ആശ്രയം വയ്ക്കുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനൊരു ഭാഗ്യവാനാണോ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണോ എന്ന് പരിശോധിക്കാൻ, നമ്മുടെ ജീവിതമൊന്ന് പരിശോധിക്കാൻ, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണെന്ന് പരിശോധിക്കുക. ദൈവത്തെ അറിയുന്നൊരു വ്യക്തിയാണോ, ദൈവത്തെ രുചിച്ചറിയുന്ന വ്യക്തിയാണോ? ഇന്ന് പല വ്യക്തികളും സത്യദൈവത്തെ രുചിച്ചറിയാതെ, അനുഭവിച്ചറിയാതെ, വ്യക്തിപരമായി തിരിച്ചറിയാതെ ഇന്ന് അന്യദൈവങ്ങളുടെ പിന്നാലെ ഓടുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നു, കർത്താവിനെ നിങ്ങൾ അവൻ എത്ര നല്ലവനെന്ന് രുചിച്ചറിയണം. അവനിൽ ആശ്രയിക്കുന്ന, അവനിൽ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഒരനുഗ്രഹമായിരിക്കും. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം 20-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അപ്പം ചിലർ ആശ്രയിക്കുന്നത് രഥങ്ങളിലും ചിലർ ആശ്രയിക്കുന്നത് കുതിരകളിലുമാണ്. അതായത് ഇന്ന് സത്യദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റു പലതിനെയും ദൈവമായി കണ്ട് ആശ്രയിക്കുന്ന, ആരാധിക്കുന്ന ചില വ്യക്തികളുടെ കാര്യമാണ് കർത്താവിന് വചനം പറയുന്നത്. ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം മറ്റു പലതിനെ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നാം എന്തിനെ കാണുന്നോ അത് വിഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹം നാം മറ്റെന്തിനെങ്കിലും കൊടുത്താൽ അത് അന്യദൈവമാണ്, അത് വിഗ്രഹമാണ്. അതിനെ പറയുന്നു, ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു. നമ്മുടെ ആശ്രയം എവിടെയാണ്? ഇന്ന് സത്യദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ, അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയാതെ മറ്റു പലതിലും ആശ്രയിക്കുമ്പോൾ അത് ജീവിതത്തിൽ വേദനയായി, കെണിയായി വരുന്നു. അതിനടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവർ കുനിഞ്ഞു വീണുപോയി. അപ്പോൾ മറ്റു ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റ് എന്തിനെങ്കിലും ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർ വീഴ്ച അനുഭവിക്കുന്ന, അല്ലെങ്കിൽ വീണുപോകുന്ന ഒരു അനുഭവമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് കർത്താവിന് വചനം വെളിപ്പെടുത്തുകയാണ്. നമ്മൾ പരിശോധിക്കണം, എൻ്റെ ആശ്രയം എവിടെയാണ്? കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം 115-ാം സങ്കീർത്തനം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനുഷ്യൻ ഇന്ന് ആശ്രയിക്കുന്ന ചില രഥങ്ങൾ, ചില കുതിരകൾ എന്താണെന്ന് കർത്താവിന് വചനം പഠിപ്പിക്കുകയാണ്. അവിടെ 4-ാമത്തെ വാക്യം മുതൽ കർത്താവിന് വചനം പറയുന്നു, അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. സത്യദൈവത്തെ മറന്ന് വിഗ്രഹങ്ങളിൽ ആശ്രയിക്കുന്ന വ്യക്തികളെ കുറിച്ച് കർത്താവിന് വചനം പറയുകയാണ്. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്നവനും അങ്ങനെ തന്നെ.
അതായത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവമല്ലാതെ മറ്റെന്തിനെങ്കിലും കണ്ട് അതിലാശ്രയിക്കുന്ന വ്യക്തി ആ വിഗ്രഹത്തിന് പോലെ തന്നെയാണ്, ഒരു വിഗ്രഹം തന്നെയാണെന്ന്, അല്ലെങ്കിൽ ജീവനില്ലാത്ത വ്യക്തിയായി ആ വ്യക്തി മാറുന്നു എന്ന് കർത്താവിന്റെ പറയുകയാണ്. എന്നിട്ട് വീണ്ടും സങ്കീർത്തനൻ പറയുകയാണ്, ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹ്റോൻ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവം ഒരു സഹായമായി തീരുന്നു. വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, അതിനെ ആശ്രയിക്കുമ്പോൾ അവർ വിഗ്രഹത്തെ പോലെ ആകുന്നുവെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവം ഒരു സഹായവും പരിചയമാകുന്നു. വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ്, യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹ്റോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ്, യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുമാറാകട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തി മാത്രമല്ല, വചനം പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ദൈവം അനുഗ്രഹിക്കും. വീണ്ടും വചനം പറയുകയാണ്, യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം നൽകി ദൈവം നമ്മെ വർദ്ധിപ്പിക്കുവാൻ, അനുഗ്രഹം വർദ്ധിപ്പിക്കുവാൻ, അനുഗ്രഹിച്ച് നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ മാത്രമല്ല നമ്മുടെ തലമുറയെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന് കർത്താവ് വചനം പഠിപ്പിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ചെറിയവരെയും വലിയവരെയും അവൻ അനുഗ്രഹിക്കും, അവൻ ആശ്രയിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് നമ്മയും നമ്മുടെ ഗ്രഹത്തെയും നമ്മുടെ തലമുറയെയും നമുക്കുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിക്കാനായിട്ട് കർത്താവിന്റെ വചനം പറയുന്നു, കർത്താവിൽ ആശ്രയിപ്പിൻ. ഇന്ന് പലരും ദൈവത്തെ മറന്ന് മറ്റു പലതിൽ ആശ്രയിക്കുമ്പോൾ, ഒരുപക്ഷെ ചിലരുടെ ദൈവം സമ്പത്തായിരിക്കും. സമ്പത്തിനു വേണ്ടി, സമ്പത്തിനെ കൂടുതൽ സ്നേഹിക്കുക, സമ്പത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക, സമ്പത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുക. അവരുടെ ദൈവം സമ്പത്താണ്. അതിനെ പറയുന്നു, ചിലരുടെ ദൈവം ഉദരമാണ്. അവരെന്തിനാണ് ജീവിക്കുന്നത് ചോദിച്ചാൽ ഭക്ഷണത്തിന് വേണ്ടിയാണ്, ആഹാരത്തിന് വേണ്ടിയാണ്. അവരുടെ ദൈവം ഉദരമാണ്. ചിലരുടെ ദൈവം ചില വ്യക്തികളാണ്. അതിനെ പറയുന്നു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ, യേശുവിനേക്കാൾ ഉപരി നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് വിഗ്രഹമാണ്. ദൈവത്തേക്കാൾ ഉപരി ആശ്രയിക്കുന്നത് മാതാപിതാക്കളിലാണോ, ജീവിത പങ്കാളിയിലാണോ, മക്കളിലാണോ? ദൈവത്തേക്കാൾ ഉപരി നാം എന്തിനെ ആശ്രയിക്കുന്നത്? വിഗ്രഹമാണ്. അങ്ങനെ ആശ്രയിക്കുമ്പോൾ നമുക്ക് ദോഷമായി നമ്മൾ വീഴ്ച സംഭവിക്കുമെന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുക. ദൈവത്തേക്കാൾ ഉപരി ദൈവമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, നാം വിഗ്രഹത്തെ പോലെ ജീവനില്ലാത്ത അവസ്ഥയിലായിത്തീരുകയാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒന്ന് പരിശോധിക്കുവാൻ, എൻ്റെ ആശ്രയം എവിടെയാണ്? ഈ ലോകത്തിലാണോ, ലോകമോഹങ്ങളിലാണോ, ചില വ്യക്തികളിലാണോ, സമ്പത്തിലാണോ? നാം സ്വയം ഒന്ന് പരിശോധിക്കണം. നമ്മുടെ ആശ്രയം എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ ലക്ഷ്യം. പലപ്പോഴും ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ എന്നും പരാജയമായിരിക്കും അനുഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുകയാണ്, ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞ് അവനെ ആശ്രയിക്കുന്നവൻ ഒരു ഭാഗ്യവാനായിരിക്കും. സങ്കീർത്തന പുസ്തകം 34:9 മുതലുള്ള വാക്കിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അവന് അസാധ്യമായിട്ടൊന്നുമില്ല. അവനൊരിക്കലും മുട്ടുണ്ടാകുകയില്ല. അവൻ ആഗ്രഹിക്കുന്ന ആവശ്യങ്ങളുടെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്നത് കർത്താവിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. വീണ്ടും 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന,
ദൈവം ഒരു ആശ്രയമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. അതായത് ഏറ്റവും വേഗത്തിൽ ഇരതേടി പിടിക്കുന്ന മൃഗമായ സിംഹങ്ങൾ പോലും, അതിൽ ബാലസിംഹങ്ങൾ പോലും ഇര കിട്ടാതെ വിശന്നിരുന്നാലും ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് വചനം പറയുകയാണ്, ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. അനേക വർഷങ്ങളായി ചില വിഷയങ്ങളുടെ മേൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വേദനയോടെ, ഭാരത്തോടെ, നൊമ്പരത്തോടെ, ദൈവമേ നീ എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തത്, എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലേ, എൻ്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കണം, ഈ ദൈവമാണോ എൻ്റെ ആശ്രയം? ഈ ദൈവത്തിൽ ഞാൻ എത്രമാത്രം ആശ്രയം വെച്ചിട്ടുണ്ട്? ഈ ദൈവം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഈ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം എത്രമാത്രം ഉണ്ട് എന്ന് സ്വയം ഒന്ന് ആത്മശോധന ചെയ്യണം. 34 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതിട്ടില്ല. നാം ദൈവത്തെ ആശ്രയിച്ച് ദൈവമുഖത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ മുഖം പ്രകാശിക്കുന്നത്. അവരുടെ മുഖം ലജ്ജിച്ചു പോവുകയില്ല. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച, ആഗ്രഹിച്ച ചില വിഷയത്തിൻ്റെ മേൽ ഉത്തരം കിട്ടാതെ വേദനയോടെ, ലജ്ജയോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, അവങ്കിലേക്ക് നോക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേദന വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ അലട്ടുന്ന, വേദനിപ്പിക്കുന്ന എന്താണോ അതിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഇപ്പോൾ രോഗം വന്നാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ രോഗത്തിലേക്കായിരിക്കും. കടബാധ്യയാണെങ്കിൽ ആ ബാധ്യതയിലേക്കായിരിക്കും നമ്മുടെ നോട്ടം. എന്നാൽ ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിക്കുവാൻ അവൻ അനുവദിക്കുകയില്ല. വീണ്ടും 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. അപ്പം ദൈവത്തിലേക്ക് നോക്കി നിലവിളിക്കുന്ന ഒരു വ്യക്തിയെ അവരുടെ ആവശ്യങ്ങളുടെ മേൽ, അവരുടെ സകല കഷ്ടതകളിൽ നിന്നും ദൈവം രക്ഷിക്കും. അതിന് നാം ചെയ്യേണ്ടത്, ദൈവം ആരാണ്? എൻ്റെ ദൈവം സർവശക്തനാണ്, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ നിലവിളി കേൾക്കുന്ന ദൈവമാണ്, അവൻ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ്, അവൻ ആവശ്യങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നിലവിളിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ മുന്നിൽ നിലവിളിക്കും, അപ്പൻ്റെ മുന്നിൽ നിലവിളിക്കും. വഴിയെ പോകുന്നൊരു വ്യക്തിയെ കണ്ടുകൊണ്ട് കരയാറില്ല. കാരണം ഈ കുഞ്ഞിനറിയാം, എൻ്റെ അമ്മയുടെ അടുത്ത് കരഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ ചോദിക്കും തരാൻ സാധിക്കും. എൻ്റെ അപ്പൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന അപ്പൻ എനിക്ക് തരാൻ സാധിക്കും. അപ്പോൾ അപ്പനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നൊരു കുഞ്ഞാണ് അപ്പൻ്റെ അമ്മയുടെ അടുത്ത് കരയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ രുചിച്ചറിയണം. ദൈവം ആരാണ്, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇത് വ്യക്തമായി അറിയുന്ന വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കും. ഇന്ന് പലപ്പോഴും ദൈവത്തെ ആശ്രയിക്കാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സ്നേഹം ഇതുവരെ അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയാണ്, ദൈവത്തെ രുചിച്ചറിയണം, അനുഭവിച്ചറിയണം. കേട്ടറിഞ്ഞാൽ പോരാ. നമ്മൾ ദൈവത്തെക്കുറിച്ച് ഒത്തിരി കേൾക്കാറുണ്ട്, ദൈവത്തെക്കുറിച്ച് വായിക്കാറുണ്ട്, മറ്റു പലരും പറയുന്നത് കേട്ട് മനസ്സിലാക്കാറുണ്ട്. എന്നാൽ വ്യക്തിപരമായ ഒരു ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അങ്ങനെ വ്യക്തിപരമായൊരു ദൈവാനുഭവമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ദൈവം നല്ലവനാണെന്ന് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണെങ്കിൽ, അവൻ്റെ നിലവിളിയുടെ മുന്നിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതിനും പറയുകയാണ്, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. വീണ്ടും അടുത്ത വാക്യത്തിൽ പറയുകയാണ്, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവനെ വിടുവിച്ചു. ഒരുപക്ഷേ നമ്മൾ ഏതെങ്കിലും ബന്ധനത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ, പാപത്തിൻ്റെയോ ശാപത്തിൻ്റെയോ രോഗത്തിൻ്റെയോ ഏതെങ്കിലും പൈശാചികമായ ഏതെങ്കിലും ബന്ധനത്തിലാണെങ്കിൽ, ഒരു മനുഷ്യൻ്റെ സ്വന്തം കഴിവിൽ രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോഴാണ് പലരും ദൈവത്തെ ആശ്രയിക്കുന്നത്. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് സ്വയമായി രക്ഷപ്പെടാൻ കഴിയാത്ത, വിടുതൽ പ്രാപിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു മേഖലയുണ്ടെങ്കിൽ അവിടെ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ, അതിനും പറയുകയാണ്, യഹോവയുടെ ദൂതൻ
അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ബന്ധനത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ, കെട്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ, ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണെങ്കിൽ, നാം ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മെ വിടുവിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. വീണ്ടും കർത്താവിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവം തന്നെ ആശ്രയമായിരിക്കുന്ന ഒരു വ്യക്തി ഒരു അനുഗ്രഹമായിരിക്കും. പലപ്പോഴും ദൈവം നമ്മിൽ ഒരാശ്രയമായിട്ട് നമ്മിൽ വസിക്കുന്ന ഒരനുഭവം ഉണ്ടോ? കർത്താവിൻ്റെ വചനം പറയുകയാണ്, യിരെമ്യാപ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 7-ാം വാക്യം, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമല്ല, ദൈവം തന്നെ ആശ്രയമായിരിക്കുക. അതായത് ദൈവത്തേക്കുളുപരി മറ്റൊന്നിനെയും ആശ്രയിക്കാതിരിക്കുന്ന, ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാനായിരിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ നമ്മൾ പല വഴികളിലൂടെ ഓടി അവസാനം രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് പലരും. പലപ്പോഴും ഈ താമസിച്ചുള്ള ധ്യാനത്തിൽ അനേക പേര് ധ്യാനം കൂടാൻ കടന്നു വരുന്നത് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് ദൈവവുമായിട്ട് നമുക്ക് എന്തുമാത്രം വ്യക്തിപരമായ ബന്ധമുണ്ട്? പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടോ? ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ, ദൈവത്തിന് നന്ദി പറയുന്നതിലൂടെ നമുക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടോ? ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതിലൂടെ, ദൈവവചനം വായിച്ച് കേട്ട് അതിൽ വിശ്വസിച്ച് അനുസരിക്കുന്നതിലൂടെ ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടോ? ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് അരുളി ചെയ്ത ആ ജീവൻ്റെ അപ്പമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ എല്ലാ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുന്ന ഒരു ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പായാലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുവിൻ്റെ ആ സ്നേഹ സാന്നിധ്യം, അവൻ്റെ രക്തത്താലുള്ള കഴുകൾ പ്രാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും എൻ്റെ പിതാവിൻ്റെ സന്നദ്ധിയിൽ നിത്യജീവൻ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് അരുളി ചെയ്ത ഈ കർത്താവിനെ ആശ്രയിച്ച് നിത്യജീവൻ ലക്ഷ്യമാക്കി, സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ആശ്രയം ദൈവത്തിലാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. എല്ലാം തകർന്നു കഴിയുമ്പോൾ, ഒന്നുമില്ലാതായി കഴിയുമ്പോൾ, എല്ലാ വാതിലും അടഞ്ഞു കഴിയുമ്പോൾ, എല്ലാ പിടിവള്ളിയും വിട്ട് കഴിയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ നമുക്ക് കാണാം. അങ്ങനെയുള്ള വ്യക്തികളിൽ ഒരാളാണോ ഞാനെന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. സാധാരണ ഞാൻ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതൊക്കെ നല്ലതാണ്, രോഗം വരാതെ സൂക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെല്ലാം തകർന്ന് ഒന്നുമില്ലാതായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാമെന്ന് വിചാരിക്കുന്നതൊക്കെ നല്ലതാണ്. ഇന്ന് നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, സൗഖ്യമുള്ളപ്പോൾ, സൗകര്യമുള്ളപ്പോൾ ഈ ദൈവത്തെ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ഈ ദൈവ സ്നേഹത്തിൽ വളർന്ന് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ നമുക്ക് അവനിൽ തന്നെ ആശ്രയിക്കാം. ഡോക്ടർമാരിൽ, മരുന്നിൽ, വ്യക്തികളിൽ ആശ്രയിക്കാതെ ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണെന്ന് കണ്ടുകൊണ്ട് ഈ മരുന്ന് നൽകിയ, ഡോക്ടർമാരെ നൽകിയ, ചികിത്സ നൽകിയ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തെ പ്രതി ദൈവകരങ്ങളിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കുവാൻ തക്കവണ്ണം നാം മനസ്സ് കാണിച്ചാൽ ദൈവം തന്നെ ആശ്രയമാക്കിയിരിക്കുന്ന, ദൈവം മാത്രം ആശ്രയമുള്ള ഒരു വ്യക്തി ഒരു ഭാഗ്യവാനാണ് എന്ന് വിചാരിച്ച് ലോകത്തിൽ ആരെയും ആശ്രയിക്കേണ്ട എന്നല്ല. നമ്മൾ ഈ ലോകത്തിൽ ആരെ ആശ്രയിച്ചാലും അതെല്ലാം ദൈവ മുഖത്ത് നിന്ന് കണ്ടുകൊണ്ട്, ദൈവം നൽകിയ ദാനമായി കണ്ടു. ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വ്യക്തിയാണെന്ന് കണ്ട്, ഒരു മരുന്ന് കഴിക്കുമ്പോൾ ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു മുഖാന്തരമാണെന്ന് കണ്ട്, ഇതെല്ലാം ദൈവം മുഖാന്തരമാണെന്ന് കണ്ട് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഒരു ഭാഗ്യവാനാണ്, അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സ്വയം ഒന്ന് പരിശോധിച്ച് ആത്മശോധന ചെയ്ത് എൻ്റെ ആശ്രയം എവിടെയാണ്? കർത്താവിൻ്റെ വചനം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവൻ
ഭാഗ്യവാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ മാത്രമാണ് ഏക ആശ്രയം. നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. നീയല്ലാതെ ഒരു വൈദ്യൻ എനിക്കില്ല. നീയല്ലാതെ ഒരു മരുന്നെനിക്കില്ല. നീയല്ലാതെ ഒരു വാതിൽ എനിക്കില്ല. നീ തന്നെയാണ് എൻ്റെ വഴിയും എൻ്റെ ജീവിതത്തിലേക്കുള്ള ഏക ആശ്രയവും. യേശുവേ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം. നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ നമ്മുടെ കർത്താവും ദൈവവുമായി സ്വീകരിച്ച് യേശുവിനോടുകൂടെ എല്ലാ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവ എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ, അവനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവനെന്ന വചനത്തിൻ്റെ യോഗ്യതയാൽ കർത്താവേ, യേശുവേ, നീ ആരാണെന്ന് വ്യക്തിപരമായി തിരിച്ചറിഞ്ഞ്, രുചിച്ചറിഞ്ഞ്, അനുഭവിച്ചറിഞ്ഞ് കർത്താവേ, നീ ഞങ്ങൾക്ക് ഒരാശ്രയമായി തീരുവാൻ, നിന്നിൽ ആശ്രയം വെച്ചുകൊണ്ട് നീ നൽകുന്ന സകല വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവൻ നയിക്കുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവരും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ രോഗങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, വേദനകളിലേക്ക്, കടബാധിതയിലേക്ക്, പ്രതിസന്ധികളിലേക്ക് നോക്കി ജീവിതത്തിൽ വേദന അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന എല്ലാ മക്കളും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, നീ മാത്രം ആശ്രയമായി, നിന്നിലൂടെ മാത്രം അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കർത്താവായ യേശു ക്രിസ്തുവിനെ ആശ്രയമാക്കി സകല സഹനങ്ങളും അനുഗ്രഹമാക്കി മാറ്റിയ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, സകല മഹത്വം അങ്ങേക്ക്. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവവുമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. Te